ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സുഖമാണോ? ഇനി വരുന്ന വർഷത്തിൽ വരാൻ പോകുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള PSC പ്രിപ്പറേഷൻ്റെ ഒരു മൂഡിലൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരും? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? നമ്മൾ ഇനി ഒരു നെക്സ്റ്റ് ഇയർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 to 4 months തന്നെ നമുക്ക് എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോട്ടിഫിക്കേഷന് മുന്നേ തന്നെ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഐ എം ഡോക്ടർ നന്ദന. ഐ എം എ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ. ഓൾസോ ഐ ഹാവ് എ സർട്ടിഫിക്കേഷൻ ഇൻ തെറപ്യൂട്ടിക് ന്യൂട്രീഷൻ. ഞാനൊരു 2 yearsോളമായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യാണ് വിത്ത് ന്യൂട്രീഷൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങളെ പറ്റി നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ന്യൂട്രീഷൻ, വർക്കൗട്ട്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഈ കാര്യങ്ങളെ പറ്റിയൊന്നും പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പണ്ടത്തെക്കാളും ഇപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊന്ന് സിമ്പിളായിട്ട് ടോപ്പിക്കിലേക്ക് കടക്കാം. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു വണ്ടി എക്സ്പെക്റ്റ് ചെയ്യാം. ആ വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഫ്യൂവൽ ആവശ്യമല്ലേ? ആവശ്യമായിട്ടുള്ള അളവിൽ നല്ല ഫ്യൂവൽ കിട്ടിയാൽ മാത്രമേ ആ വണ്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇതേപോലെയല്ലേ നമ്മുടെ ബോഡിയും? നല്ല രീതിയിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നടന്ന് നല്ലോണം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് നല്ല ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദ സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. എന്താണ് ന്യൂട്രീഷൻ? ഇറ്റ്സ് എ സയൻസ് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്. നല്ല ഭക്ഷണം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, സഹായിക്കുന്നു, ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്നുള്ള ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ചെറിയ രീതിയിൽ ന്യൂട്രീഷണൽ സബ്സ്റ്റൻസിൻ്റെ ഡെഫിഷ്യൻസികൾ ഉണ്ടാകുമ്പോൾ പോലും അത് വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പഠിക്കാനുണ്ട്. ഭക്ഷണത്തിൻ്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ എന്താണ്, നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം.